സ്റ്റാർട്ടിംഗ് ആണ്. മിനി സീരീസ് അല്ലേ? ആ, ഇത് എത്രയാണ്? 25. നമുക്ക് കോംബോ പ്ലസ് ആണെങ്കിൽ നമുക്ക് ഒരു 52 മിനിറ്റ് കിട്ടും. 52 മിനിറ്റ് സാധാരണ നമുക്ക് 20,000 തൊട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. 20,000 രൂപ തൊട്ട്. ഇത് മിനി 3 ആണ്. മിനി 3 നമുക്ക് ഒരു 59,500. 2,500. 2 ക്യാമറ ഇരുന്നുണ്ട്. ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ മോഡലാണിത്, 5 Pro അല്ലെ, DJ മിനി. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി യൂസ്ഡ് ഡ്രോണുകളും ഫ്രഷ് ഡ്രോണുകളൊക്കെ കിട്ടുന്ന വമ്പൻ ഒരു ഷോപ്പിലേക്കാണ് എത്തിക്കുന്നത്. ഡ്രോണുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം എല്ലാം തന്നെ വളരെ വിലക്കുറവിലാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് എവിടുന്ന് വാങ്ങാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഷോപ്പിലേക്കാണ് ഇതിന് മുന്നേ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഷോപ്പിന്റെ പേര് ഞാൻ ആദ്യം പറയാം, ക്യാമണ്ട് 09 എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ സ്ഥിതി എന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ മുണ്ടൂർ എന്നാണ് വന്നിട്ടുള്ളത്. ഏകദേശം മുണ്ടൂർ ജംഗ്ഷനിൽ നിന്നും പട്ടാമ്പി ചെറുപ്പളശ്ശേരി റോഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോയാൽ കൂട്ടുപാത എന്ന സ്ഥലം ഉണ്ടാവും. അവിടെയാണ് ഇതിന്റെ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിലക്കുറവില്ല. അപ്പൊ താഴത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്യാമറ ഷോപ്പ് ഉണ്ട്. അവിടെ പറഞ്ഞാൽ യൂസർ ക്യാമറ മറ്റു കാര്യങ്ങളൊക്കെ അടിപൊളി ഓഫറിൽ ഡ്രോണുകളെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. ഏകദേശം സ്റ്റാർട്ടിംഗ് ഏകദേശം ഒരു 20,000 രൂപ ആ റേഞ്ചിലൊക്കെ ഉണ്ട് ഡ്രോണുകളൊക്കെ. പർച്ചേസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫർ കാര്യങ്ങൾ, അതുകൊണ്ട് അവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ ഷോപ്പിൽ ഒരുപാട് ഡ്രോണുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. നല്ല ബോക്സ് പീസ് ആണെങ്കിൽ അതും കിട്ടും, അതായത് ഇനിയിപ്പോൾ യൂസ്ഡ് ആണെങ്കിൽ അതും കിട്ടും കേട്ടോ. ഒരുപാട് ഐറ്റം അപ്പോൾ എല്ലാതും വന്നിട്ടുണ്ട്. DJ മിനി വന്നിട്ടുണ്ട്, DJന്റെ നിയോ വന്നിട്ടുണ്ട്. അങ്ങനെതാ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ടോ. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഉണ്ടോ ബാഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പം ക്യാമണ്ട് 09 പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങളുടെ ബാക്കിലായിട്ടില്ലല്ലോ ഒരുപാട് ഡ്രോണിന്റെ കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ എവിടുന്ന് വാങ്ങാനുള്ള സൗകര്യം കാര്യങ്ങളുണ്ട്. ഇപ്പൊ താഴത്ത് ഇവരെ നമ്പർ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതിലേക്കൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഇവരെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന കാര്യം പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാട്ടെ, നമ്മൾ ഈ ഒരു ഷോപ്പിൽ ഒരുപാട് ഡ്രോണുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങളും ചോദിച്ചു കൊടുക്കാം. അപ്പൊ ഡ്രോണിന്റെ പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കിയില്ലേ? അപ്പൊ എന്തൊക്കെ എല്ലാ മെയിൻ ബ്രാൻഡും വന്നിട്ടുണ്ടല്ലേ? ഏകദേശം DJ വന്നിട്ടുണ്ട്, DJന്റെ നിയോ വന്നിട്ടൊക്കെ വന്നിട്ടില്ലേ? അപ്പൊ ഫ്രഷും യൂസ്ഡും എല്ലാം ചെയ്യുന്നില്ലേ? ആ, അപ്പൊ എങ്ങനെ ഇവിടുത്തെ ഡ്രോണിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് കാര്യങ്ങളൊക്കെ? DJയുടെ എയർ ആണ്. എയർ നമുക്ക് 20,000 തൊട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. 20,000 രൂപ തൊട്ട്. ഇതിപ്പോ അങ്ങനെ 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K സപ്പോർട്ട് ചെയ്യുന്ന സാധനം. അപ്പൊ റേറ്റ് എത്ര? 20,000 രൂപ. നീറ്റ് കണ്ടീഷൻ. അപ്പൊ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ബാഗ് ചാർജർ അതിന്റെ കേബിൾസ് കാര്യങ്ങളെല്ലാം, ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എക്സ്ട്രാ ബാറ്ററി വാങ്ങണമെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങേണ്ടി വരും. എക്സ്ട്രാ ബാറ്ററി അഡീഷണൽ വാങ്ങേണ്ടി. സിംഗിൾ ബാറ്ററി കൂടി വന്നിട്ടുള്ളത് കണ്ടോ. ഇതാണ് ഇപ്പൊ 20,000 രൂപ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇനി കൂടുതൽ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇനി എപ്പോഴും ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചാൽ ചിലപ്പോൾ ഇത് കിട്ടണമെന്നില്ല. നെക്സ്റ്റ് നമ്മൾ എന്താ കാണാൻ പോകുന്നത്? പിന്നെ നമുക്കൊരു 25 ആ റേഞ്ച് ഒക്കെ നമുക്ക് മിനി സീരീസ് വരുന്നുണ്ട്. മിനി സീരീസ് സ്റ്റാർട്ടിംഗ് ആണ്. മിനി സീരീസ് അല്ലേ? ഇത് എത്രയാണ്? 25 സിംഗിൾ ബാറ്ററി. നല്ല ബ്രാൻഡ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. 2.7 ആണ് അതിന്റെ. 2.7 അതിന്റെ ഫ്ലെയിമോർ ആണെങ്കിൽ നമുക്കൊരു 35 ആ റേഞ്ചിൽ ഫ്ലെയിമോർ ആണെങ്കിൽ. അപ്പൊ ഇനി കുട്ടികൾക്കൊക്കെ പറത്താൻ പറ്റിയ ഡ്രോൺ വന്നിട്ടുണ്ടോ? പറത്താൻ പറ്റിയ ടൈപ്പാണ് നമുക്ക്. ഇതല്ലേ 88 Pro പറഞ്ഞ കമ്പനിയാണ്. ചൈനീസ് ഡ്രോൺ ആണ്. ചൈനീസ് ഡ്രോൺ. നമുക്ക് 2,000-2,500 ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിംഗ്. 2,000-2,500 രൂപക്കൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് കൊടുക്കാറ്റില്ല. ഇതാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇതോ കുട്ടികൾക്കൊക്കെ ടോയ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു ഡ്രോൺ ആയിട്ട് വന്നിട്ടുള്ളത്. ക്യാമറ വരുന്നുണ്ട്. ഇത് റിമോട്ട് ആണ്. ഇതിന്റെ റിമോട്ട് കാര്യങ്ങൾ ഇവിടെ ഫോൺ വെച്ചാണ്ട് ബാറ്ററി കാര്യങ്ങളോട് കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന് എത്ര റേറ്റ് ആണ്? 2,500. 2 ക്യാമറ വരുന്നുണ്ട്. 2 ക്യാമറ. ഫ്രണ്ടിലും ക്യാമറ ഉണ്ട്, താഴത്തെ ഇവിടെയും ക്യാമറ. ഇതൊക്കെ എത്ര നേരം ഫ്ലൈങ് കിട്ടും? ഫ്ലൈങ് നമുക്ക് കമ്പനി 15 മിനിറ്റ് ആണ്. 15 മിനിറ്റ്. അതെ. ജസ്റ്റ് യൂസ് ചെയ്ത് പഠിക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. വേറെ ഹെവി യൂസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അധികം ഹൈറ്റിലൊന്നും പോകില്ലല്ലോ. അധികം ഹൈറ്റ് ഒന്നും പോകില്ല. അപ്പൊ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വളരെ ഇതുണ്ട്. ഇനിയിപ്പോ നമുക്ക് നിയോസ് ഒക്കെ ഫ്രഷ് പീസ് വേണമെങ്കിൽ ഫ്രഷ് പീസ്, ഡ്രോൺ മാത്രം സിംഗിൾ ബാറ്ററിയോടെ കിട്ടില്ലേ? അതേപോലെ സിംഗിൾ ബാറ്ററിയോടെ ഇനിയിപ്പോ എക്സ്ട്രാ വേണമെങ്കിൽ എക്സ്ട്രാ. അതിന്റെ ഫ്ലെയിമോർ കോംബോ സെറ്റ് ആണ്. ഫ്ലെയിമോർ കോംബോ സെറ്റ് ആണ്. ഇതിന്റെ ഫ്രഷ് ഉണ്ട്, യൂസ്ഡ് ഉണ്ട്. നമുക്ക് 25 മുതലൊക്കെ സ്റ്റാർട്ടിങ് സിംഗിൾ ബാറ്ററിയിൽ നോർമൽ ബാറ്ററി ഇരിക്കുന്നുണ്ട്. നോർമൽ ബാറ്ററി എടുക്കുന്നുണ്ടല്ലേ? കണ്ടോ, അടിപൊളിയില്ലേ?
ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തന്നെ ഇപ്പൊ നമുക്ക് ഏകദേശം വേണ്ട എല്ലാ കമ്പനികളുടെ ഡ്രോൺ കാര്യങ്ങളും നമുക്ക് എത്തിച്ചെടുക്കാൻ പറ്റില്ല. കൂടുതലും പിന്നെ നമുക്ക് മിനി 3 ഒക്കെ ബ്രാൻഡ് ന്യൂ പീസുകൾ ഇരിക്കുന്നുണ്ട്. ബ്രാൻഡ് ന്യൂ പീസുകളില്ലേ? ആ, ഇതില് ഇപ്പൊ സിംഗിൾ ബാറ്ററി തന്നെ വരുള്ളൂ. അതെ, സിംഗിൾ ബാറ്ററി, അതിന്റെ റിമോട്ടും കാര്യങ്ങളും റിമോട്ട് കാര്യങ്ങൾ പുതിയ സാധനമാണല്ലേ. ബോസ് ഓപ്പൺ ചെയ്യാത്ത സാധനമാണല്ലേ. ജസ്റ്റ് ഓപ്പൺ പീസ് ആണല്ലേ. ഡീജന്റെ മിനി 3 ആണല്ലേ. ആ, ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ആണ്. ബ്രാൻഡ് ന്യൂ ഉപയോഗിക്കാത്ത പീസാണ്. ആക്റ്റീവ് ചെയ്തിട്ടില്ല. ആ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെന്നുള്ളത്, പ്ലേ ചെയ്തിട്ടൊന്നുമില്ലല്ലേ. ഇപ്പൊ 3 പീസ് ഇരിക്കുന്നുണ്ട്. 3 പീസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഡിജെ മിനി ഇതവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഡിനിയോ അല്ലേ. ഇതിപ്പം എത്ര ക്യാമറ വരും ഇതിലൊക്കെ? അതിന്റെ 4K ആണ്. 4K 2 ക്യാമറ ഉണ്ടാവും ഇതില്? ഇല്ല, ഒറ്റ ക്യാമറ, സിംഗിൾ ക്യാമറ ഉണ്ടാവുള്ളൂ അല്ലേ. സിംഗിൾ ക്യാമറ ഉണ്ടാവുള്ളൂ. നിയോന്റെ കാര്യങ്ങൾ പിന്നെ അതേപോലെ നിയോനെ അവിടെ വെച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലിപ്പ് അല്ലേ. ആ, ഫ്ലിപ്പ് മോഡല്. അങ്ങനത്തെ ടൈപ്പ് നോക്കുന്നവർക്ക് മടക്കി ആവാൻ പറ്റുന്ന മോഡല്. ഡിജെയുടെ ഫ്ലിപ്പ് സിംഗിൾ കോമ്പോ ആണ്. സിംഗിൾ ബാറ്ററി, അതിന്റെ റിമോട്ട് കാര്യങ്ങളെല്ലാം. ഇതിന് റൗണ്ടിലാണല്ലോ വരുന്നത്. റൗണ്ട് എക്സ്ട്രാ ഗാർഡ് ഫുൾ സൈഡ് വരുന്ന സാധനമാണ്. എങ്ങനത്തെ മോഡലിനൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്ങനെ? ഇത് നമുക്കൊരു 60 ആ റേഞ്ച് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് 60 മുതൽ തുടങ്ങുന്നുണ്ടല്ലേ. ഫ്ലിപ്പ് മോഡലൊക്കെ 60 മുതൽ തുടങ്ങുന്നുണ്ടല്ലോ. അതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റ് വ്യത്യാസം കാര്യങ്ങളൊക്കെ. ഫ്ലിപ്പിൽ തന്നെ വേറെ മോഡലും ഉണ്ടല്ലോ. ഇപ്പൊ മോഡൽ നോക്കുകയാണെങ്കിൽ ഫ്ലൈമോർ കോംബോ അല്ലേ. ഫ്രഷ് സാധനം ഇരിക്കുന്നു. ഫ്രഷ് സാധനം. അത് RC2 റിമോട്ട് എല്ലാം വരുന്നത്. RC2 റിമോട്ട് കാര്യം. ഇതിലൊക്കെ സിംഗിൾ ക്യാമറ തന്നെ വരുള്ളൂ. അതെ, ക്യാമറ ഒക്കെ സിംഗിൾ തന്നെയാണ്. ക്യാമറ ഒക്കെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ സിംഗിൾ തന്നെയാണ്. ഇതിന് ഇതല്ല ഇപ്പം ഫ്ലെയിമർ കോംബോ ആണ്. 3 ബാറ്ററിയോട് കൂടി വരുന്നത്. ഫ്രഷ് സാധനം. ഇതാണല്ലോ ഇപ്പൊ റിമോട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഇത്ര RC2 റിമോട്ട്. അതായത് സ്ക്രീന് കാര്യങ്ങളൊക്കെ പറഞ്ഞാല് ഇതുപോലെ തന്നെ ഉണ്ടാവും. അതായത് നമുക്ക് മൊബൈല് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റൂലേ. അപ്പൊ ഒരുപാട് റിമോട്ടുകൾ വന്നിട്ടുണ്ടല്ലേ. അപ്പൊ എല്ലാ മോഡലിന്റെ റിമോട്ടുകൾ വന്നതിൽ ഇവിടുത്തെ കിട്ടൂലേ. ഇപ്പൊ നമുക്ക് മൊബൈലൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന മോഡൽസ് കാര്യങ്ങളാണ്. N3 റിമോട്ട് ഡീജന്റെ. അങ്ങനെ ഒരുപാട് മോഡൽ ഡിജെ നിയോന്റെ ഉണ്ടാവും, ഡിജോ 3ന്റെ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ. ഇത് നമുക്ക് ഫ്ലിപ്പിനും നിയോയ്ക്കും പിന്നെ മിനി 3 പ്രോ 4 പ്രോ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നോർമൽ റിമോട്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ അടുത്ത മോഡൽ ഇപ്പൊ എന്താ വന്നിട്ടുള്ളത്? ഡിജെയുടെ മിനി 4K ഇറങ്ങിയിട്ടുണ്ട്. 4K ഡിജെന്റെ അല്ലേ. മിനി 4K. ഫ്ലൈമോർ കോംബോ ആണ്. ഫ്ലൈമോർ കോംബോ. ഇത് ഓപ്പൺ ചെയ്യാത്ത പീസാണ്. സീൽഡ് പീസാണ്. ബോസ് പൊട്ടിക്കാത്ത പീസാണ് എന്നിട്ടുള്ളത്. നല്ല അടിപൊളി. ഇതിപ്പോ ഈ മോഡലല്ല ഇത് വരുന്നത്. ഈ സാധനം ഈ കാണുന്ന ഡ്രോൺ ആണ് നമുക്ക് ഇതിന്റെ ഫ്ലെയിമോർ കോംബോ. 3 ബാറ്ററി, കേസ്, അതിന്റെ റിമോട്ട് എല്ലാം. ഇതിന്റെ റിമോട്ട് പേര് മോഡൽ നോർമൽ നമുക്ക് കാണിച്ചു തന്നില്ല. ഈ മോഡൽ കാര്യങ്ങൾ സ്ക്രീൻ ഉണ്ടാവില്ലല്ലോ. ഇല്ല, സ്ക്രീൻ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഒരുപാട് ആക്സസറീസും ചെയ്യുന്നുണ്ടല്ലേ. അതിലിപ്പോ മെമ്മറി കാർഡ് കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടില്ല. ഇപ്പൊ മെമ്മറി കാർഡുകൾ നമുക്ക് 64GB കാർഡുകളുണ്ട്. 4K ഡ്രോണിന്റെ കാർഡുകളുണ്ട്. ഡ്രോണിന്റെ 128ന്റെ കാർഡുകളുണ്ട്. പിന്നെ കൂടാതെ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? പിന്നെ നമുക്ക് RCയുടെ നമുക്ക് ടെമ്പർ ഗ്ലാസ് ഗ്ലാസുകളില്ലേ. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് സ്ക്രീനിന്റെ മുകളിൽ ഒട്ടിക്കാം. നമ്മൾ മൊബൈലിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന നമുക്ക് ഇതിന്റെ സ്ക്രീനിൽ കൊടുക്കാൻ പറ്റും. അത് നമുക്കൊരു 540-550 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റില്ലേ. അത്യാവശ്യം നല്ല അത്യാവശ്യം നമുക്ക് നല്ല പവറുള്ള സാധനങ്ങളാണല്ലേ. നമുക്ക് അതിന്റെ ND ഫിൽറ്റേഴ്സ് വേണമെങ്കിൽ ND ഫിൽറ്റേഴ്സ് തനിയെ നമുക്ക് കൊടുക്കാൻ പറ്റും. ND ഫിൽറ്ററിൽ ചെറിയ റേറ്റുകളേ ഉള്ളൂ. ND ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ അതും ഉണ്ടാവില്ലേ. ഡിജെയുടെ എയർ 2 അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ND ഫിൽറ്റേഴ്സ് ആണ്. അത് തനിയെ വേണമെങ്കിൽ നമുക്ക് തനിയെ കൊടുക്കാൻ പറ്റും. തനിയെ വേണമെങ്കിൽ തനിയെ വാങ്ങാൻ പറ്റും. സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് വാങ്ങാൻ പറ്റില്ല. പിന്നെ അതിലേക്ക് പറ്റിയ സ്ട്രാപ്പുകളൊക്കെ ഉണ്ട്. റിമോട്ടിക്ക് പറ്റിയ സ്ട്രാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിമോട്ട് പറ്റിയ സ്ട്രാപ്പ് കാര്യങ്ങള്. പിന്നെ കൂടാതെ മെമ്മറി കാർഡ് കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഇതിന്റെ ലാൻഡിങ് ഗിയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് മിനി 2 ലാൻഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ചേഞ്ച് ആക്കാനൊക്കെ. നേരത്തെ നമ്മൾ താഴത്ത് ലാൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ലാൻഡിങ് ഗിയറിലെ. പിന്നെ കൂടാതെ ഇവിടെ ഒരുപാട് യൂസർ കളക്ഷൻസ് വന്നിട്ടുണ്ടല്ലേ. യൂസിൽ നമുക്ക് ഒരു 25 മുതലൊക്കെ ഡ്രോൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 25 മുതലൊക്കെ തുടങ്ങുന്ന മോഡൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ തന്നെ ഇപ്പം റിമോട്ട് കാര്യങ്ങള്, ബാറ്ററി കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് വന്നിട്ടുള്ള ഇതിൽ ഒരുപാട് മോഡൽസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്.
ഇത്തരത്തിലുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 25 മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ്. 25 മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ്. ആ പിന്നെ കൂടാതെ എന്തൊക്കെ വന്നിട്ടുള്ളൂ? മൈക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ മൈക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹോളിലാൻഡിന്റെ മൈക്ക് ഉണ്ട്. ഫ്രഷ് സാധനങ്ങളാണ്, ഓപ്പൺ ചെയ്യാത്ത പീസ് കാര്യങ്ങളാണ് വന്നിട്ടുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഡീജന്റ് ആണല്ലേ ഹോളിലാൻഡ്. ആ പിന്നെ താഴെ ഭാഗത്ത് എന്താ വെച്ചിട്ടുണ്ട്? നമുക്ക് മൊബൈൽ ഹോൾഡറുകളാണ്. മൊബൈൽ ഹോൾഡറുകൾ കാറിലേക്കൊക്കെ വെക്കാൻ പറ്റും. കാറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഹോൾഡർ കാര്യങ്ങളാണ്. പുതിയതാണ്. ഇപ്പൊ വയർലെസ് ചാർജിങ് ഉണ്ടാവും. അതെ, വയർലെസ് ചാർജ് കൊണ്ട് കൂടി വരുന്നതല്ലേ. ഇത് മിനി 3 ആണ്. മിനി 3 നമുക്ക് ഒരു 59 രൂപയ്ക്ക് മിനി 3 ഒക്കെ. 59. ഇതൊക്കെ സിംഗിൾ ക്യാമറ അല്ലേ വരല്? അതെ, എല്ലാം സിംഗിൾ ആണ്. സിംഗിൾ ക്യാമറ, സിംഗിൾ ബാറ്ററി ആണ് കേട്ടോ. സിംഗിൾ ബാറ്ററി കൂടി റേറ്റ് എത്ര? 59 മുതൽ നമുക്ക് മിനി 3 സ്റ്റോക്ക് എടുക്കാം. മോഡൽ നോക്കാം. അടുത്ത് നമുക്ക് ഡിജെയുടെ 5 Pro ഇറങ്ങിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് 5 Pro ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ. ഇപ്പോഴാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഡിജെന്റെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ മോഡലാണ് ഇത്, 5 Pro അല്ലെ. ഡിജെ മിനി 5 Pro. അതേമാതിരി ഡിജെന്റെ Air 2S ഉണ്ട് അല്ലേ, പഴയതാണ്. അപ്പൊ ഇതൊക്കെ നല്ല അടിപൊളി ബോസ് പീസ് വന്നിട്ടുണ്ട്. സീൽഡ് സാധനം പ്ലേമോർ കോംബോ നമുക്ക് വന്നിട്ടുണ്ട്. കോംബോയുണ്ട്, കോംബോ പ്ലസ് നമ്മുടെ സ്റ്റോക്ക്. കോംബോ പ്ലസും വന്നിട്ടുണ്ടല്ലേ. ഇതൊക്കെ പേശ എത്ര റേറ്റിൽ വരുന്നതാണ്? നമുക്ക് 1.25 മുതൽ നമുക്ക് സ്റ്റാർട്ട് 1.25 മുതൽ വരുന്നതാണ്. ഇതിപ്പോ എത്ര മിനിറ്റ് ഫ്ലൈങ് കിട്ടും? ഇത് നമുക്ക് കോംബോ പ്ലസ് ആണെങ്കിൽ നമുക്ക് ഒരു 52 മിനിറ്റ് കിട്ടും. 52 മിനിറ്റ്. സാധാരണ ഡ്രോണൊക്കെ പറഞ്ഞാൽ ഏകദേശം 30 മിനിറ്റ്. നമുക്ക് 52 മിനിറ്റ്. ഒറ്റ ബാറ്ററി, രണ്ട് ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 2 മണിക്കൂറൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ RC2 ആണ് റിമോട്ട്. RC2 കണ്ടില്ല നമ്മൾ ഇത്തരത്തില് സ്ക്രീന് കാണാൻ പറ്റുന്ന റിമോട്ടോട് കൂടിയാണല്ലോ വരുന്നത്. മൊബൈല് വെക്കേണ്ട ആവശ്യമില്ല. മൊബൈൽ വെക്കേണ്ട ആവശ്യമില്ല. ഇത് 4K അല്ലേ വരല്? അതെ, 4K. ഇപ്പൊ എന്ത് ബാറ്ററി വരല്ലേ? സിംഗിൾ ആണോ അതോ? ഇത് ഫ്ലെയിമോർ കോംബോ ആണ്. 3 ബാറ്ററി ഉണ്ടാവും. 3 ബാറ്ററി കേസ് ഉണ്ടാവും. 3 ബാറ്ററി കേസ് ഉണ്ടാവും. അപ്പം അപ്പുറത്ത് നമ്മൾ കാണുന്നത് Air 2S ആണ്. ഡിജെയുടെ Air 2S ആണ്. ഇതിപ്പോ എങ്ങനെ? ഡിജെയുടെ Air 2S ആണ്. ഇത് ഫ്ലെയിമോർ കോംബോ ആണ്. ഫ്ലെയിമോർ കോംബോ തന്നെയല്ലേ വന്നിട്ടുള്ളത്. 3 ബാറ്ററി കാര്യങ്ങൾ ഉണ്ടാവും. നോർമൽ റിമോട്ട് ആണ് ഈ കാണുന്ന. നോർമൽ റിമോട്ടേക്കാണ് നമ്മള് പഴയ മോഡൽ റിമോട്ട് കാര്യങ്ങളൊക്കെ അല്ലേ വന്നിട്ടുള്ളത്. പിന്നെ മുകളിൽ വന്നിട്ടുള്ളത് ഡിജെ അവറ്റുണ്ട് നമുക്ക്. പിന്നെ അതിന്റെ ഫുൾ സെറ്റ് ആണ്, ഫ്ലെയിമോർ കോംബോ സെറ്റ് ആണ്. ഡിജെ മിനി ഉണ്ട്. പിന്നെ മിനി 3 Pro ഇരിക്കുന്നുണ്ട്, 3 ഇരിക്കുന്നുണ്ട്. റിമോട്ടുകൾ തനിയെ വേണമെങ്കിൽ റിമോട്ടുകൾ RC2 റിമോട്ടുകൾ തനിയെ മാത്രം. RC2 റിമോട്ടുകൾ തനിയെ വേണമെങ്കിൽ കിട്ടും. തനിയെ റിമോട്ടുകൾ മാത്രം നമുക്ക് സ്ക്രീൻ ഇവിടെ കാണാൻ പറ്റുന്ന മോഡലാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഇവിടെ അതിന്റെ അടിയിൽ താഴത്തായിരിക്കും. അപ്പൊ അതെല്ലാം ഇപ്പം ഏകദേശം വളരെ വിലക്കുറവിലാണ് ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാനുള്ള സൗകര്യം കാര്യങ്ങൾ ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ താഴത്ത് ഇവിടെ യൂസർ ക്യാമറയുടെ ഷോപ്പും വന്നിട്ടുണ്ട്. ഷോപ്പും ഉണ്ട്. അവിടെ വരുന്നവർക്കാണെങ്കിൽ ക്യാമറ എക്സ്ചേഞ്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ അപ്പൊ ഈ ഡ്രോൺ നമുക്ക് എക്സ്ചേഞ്ച് ക്യാമറ എക്സ്ചേഞ്ച് ചെയ്ത് ഡ്രോൺ എടുക്കാൻ പറ്റില്ലേ? ഡ്രോൺ എക്സ്ചേഞ്ച് ചെയ്ത് ക്യാമറ എടുക്കാം. പിന്നെ പലരും ചോദിക്കുന്നതാണ് EMI ഉണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ, ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ അതൊക്കെ. നമുക്ക് ക്രെഡിറ്റ് കാർഡാണ് ഉള്ളത്. ക്രെഡിറ്റ് കാർഡ് പോസിബിൾ ആയിട്ടുള്ളല്ലേ. പിന്നെ കൊറിയർ ചെയ്ത് കൊടുക്കൂലേ? കൊറിയർ ഉണ്ട്. പിന്നെ ബാഗ് ഉണ്ട്. ഇത് ബാഗ് ബാഗ് നമുക്ക് തനിയെ സെപ്പറേറ്റ് ബാഗുകൾ, കേസ്, ഇങ്ങനത്തെ സൂട്ട് കേസ് പോലത്തെ ബാഗൊക്കെ വേണമെങ്കിൽ നമുക്ക് തനിയെ വാങ്ങാൻ പറ്റും. നമുക്ക് ഒരു 1,500 മുതലൊക്കെ ബാഗുകൾ സ്റ്റാർട്ട് ഹാൻഡ് ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ബാഗുകൾ തന്നെയല്ലേ. ഡ്രോണ് ബാറ്ററി കാര്യങ്ങളെല്ലാം തന്നെ വെക്കാൻ പറ്റുന്ന മോഡൽ കാര്യങ്ങളാണ്. കേസ് ആണല്ലേ. അപ്പൊ അതാണ്. ഇതാണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വാങ്ങാം. ബാറ്ററി അല്ലെ വാങ്ങണമെങ്കിൽ സെപ്പറേറ്റ് കിട്ടും. ബാറ്ററി ആണെങ്കിൽ സപ്പോർട്ട് കിട്ടൂല്ലേ? ബാറ്ററി റിമോട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് സെപ്പറേറ്റ് കിട്ടും. ഏകദേശം ഡ്രോണിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഏകദേശം എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ താഴെ വരെ നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് കോൺടാക്ട് ചെയ്താലും മെസ്സേജ് അയച്ചാലൊക്കെ മതി. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.